Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020, and now I am doing third year MBBS in AIIMS Nagpur. Today we will be doing with the part 3 of the chapter Molecular Basis of Inheritance. നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡി എൻ എ റെപ്ലിക്കേഷൻ വെച്ചാണ് നിർത്തിയത്. ആൻഡ് ഞാൻ ജസ്റ്റ് ഇതുവരെ എന്താ പഠിച്ചെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കും. അപ്പോ നമ്മൾ ആദ്യം പഠിച്ചു ഡി എൻ എ ആർ എൻ എ എന്താണെന്നുള്ള കാര്യം പഠിച്ചു. ബേസിക്കലി നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു? നമ്മൾ ഡി എൻ എയും ആർ എൻ എയും എങ്ങനെയാണ് പോളിന്യൂക്ലിയോടൈഡ് ആണെന്നൊക്കെ ബയോമോളിക്യൂൾസിൽ പഠിച്ചിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രക്ചർ ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു നമ്മൾ ഹ്യൂമൻസിൽ അല്ലെങ്കിൽ മോസ്റ്റ് ഓർഗനിസത്തിൽ എന്താണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടു? സയന്റിസ്റ്റ് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്തു. എന്നിട്ട് ആ എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാന്ന് പഠിച്ചു. ആൻഡ് എക്സ്പെരിമെന്റ്സ് ആരൊക്കെയാ ചെയ്തത്, ഇൻ വിച്ച് ഇയർ എന്ന് കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചു എന്ത്? നമ്മുടെ മോസ്റ്റ്ലി ഓർഗനിസത്തിൽ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് കുറെ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്തിരുന്നത് പ്രോട്ടീൻ ആണെന്നായിരുന്നു. അത് തിരുത്തിയിട്ട് അത് ഡി എൻ എ ആണ് മെയിൻലി. ആൻഡ് ചില ഓർഗനിസത്തിൽ റെയർലി, അതായത് ആദ്യം കണ്ടുവന്ന ഏറ്റവും പഴയ ഓർഗനിസത്തിൽ ആർ എൻ എ ആയിരുന്നു. ആൻഡ് പിന്നീട് മനസ്സിലായി സ്റ്റെബിലിറ്റിയും ബാക്കി ഫാക്ടേഴ്സും കൂടുതൽ നല്ലത് ഡി എൻ എയിലായതുകൊണ്ട് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു എത്ര ലെങ്ത് ആണ് ഡി എൻ എ ഏതാണ് നമ്മൾ കാൽക്കുലേറ്റ്. നമുക്കറിയണം ഇത്രയും ലെങ്ത് ഉള്ള സാധനം നമ്മുടെ സെല്ലില്, അതായത് മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ. ആ മില്യൺസ് ഓഫ് സെൽസില് ന്യൂക്ലിയസിലാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. ആൻഡ് ആ ജനറ്റിക് മെറ്റീരിയലിനെ എങ്ങനെയാണ് അതിനുള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അറിയണം. അപ്പൊ പാക്കേജിംഗ് ഓഫ് ഡി എൻ എ ഹെലിക്സ് പഠിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ തുടങ്ങി. അത് കഴിഞ്ഞ് ആദ്യം പഠിച്ചത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത്. ആൻഡ് അയാൾ എങ്ങനെയാണ്, ഏത് ഓർഗനിസത്തിലാണ്, ഏത് ഇയറിലാണ് ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയത്. ആൻഡ് അത് കഴിഞ്ഞ് ജനറ്റിക് മെറ്റീരിയൽ സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലായി ഡി എൻ എയോ ആർ എൻ എയോ പ്രോട്ടീൻ എന്തോ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലായി. ആൻഡ് അത് ബയോകെമിക്കലി എക്സാക്ട്ലി ക്യാരക്ടറൈസ് ചെയ്തത് ഏത് എക്സ്പെരിമെന്റ് ആണ്? മെക്ലിയോഡ്, ഏവറി ആൻഡ് മെക്കാർട്ടിയുടെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷന്റെ എക്സ്പെരിമെന്റ് വെച്ച് നമുക്ക് ഫൈനലി കിട്ടി ഏതാണ്? ഡി എൻ എ തന്നെയാണ് ഹെറിഡിറ്ററി മെറ്റീരിയൽ. ആൻഡ് അത് അവര് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അൺഇക്വിവോക്കൽ, തർക്കമില്ലാത്തൊരു പ്രൂഫ് വേണമായിരുന്നു ഫോർ വാട്ട് ഡി എൻ എ ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അത് ആരാണ് ചെയ്തത്? നമ്മുടെ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് ഇൻ ദ ഇയർ 1952. ആൻഡ് ആ എക്സ്പെരിമെന്റ് എന്തൊക്കെയാന്ന് കണ്ടു. അതിന്റെ സ്റ്റേജസ്, ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ, ആൻഡ് അതിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുത്തെന്നൊക്കെ നമ്മൾ കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഡി എൻ എ വേഴ്സസ് ആർ എൻ എ, അതായത് ഡി എൻ എയും ആർ എൻ എയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് പഠിച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് തുടങ്ങി? ആർ എൻ എ വേൾഡ് തുടങ്ങി. എന്തിനാണ് ആർ എൻ എ വേൾഡ്? നമുക്കറിയാം ഏറ്റവും പഴയ ഓർഗനിസത്തിൽ, അതായത് ഫസ്റ്റ് ഉണ്ടായി വന്ന ഓർഗനിസത്തിൽ ആർ എൻ എ ആയിരുന്നു ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. വിച്ച് വാസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്ത് പറയും? ആർ എൻ എ, ഡി എൻ എ അല്ല. അപ്പോ ഈ ആർ എൻ എ എങ്ങനെയാണ് പിന്നെ ഡി എൻ എ ആയത്? നമുക്ക് മനസ്സിലായി ആർ എൻ എ കാറ്റലിസ്റ്റ് ആയതുകൊണ്ടും കുറച്ച് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ടും കുറച്ച് അൺസ്റ്റേബിൾ ആയതുകൊണ്ടും. ആൻഡ് ഈ റിയാക്ടിവിറ്റിയും അൺസ്റ്റെബിലിറ്റിയും കൺഫർ ചെയ്യുന്ന ഏതൊക്കെയാണ്? തൈമിൻ ഇല്ലാത്തതും യൂറാസിന്റെ പ്രസൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിഫറൻസസിൽ കണ്ടിരുന്നു ഡി എൻ എ വേഴ്സസ് ആർ എൻ എ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചെന്താ? റെപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു റെപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു റെപ്ലിക്കേഷന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ നമുക്കറിയാം ഏതാണ് ആദ്യമായിട്ട് ഡി എൻ എയുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ആരാണ് പറഞ്ഞത്? വാട്സൺ ആൻഡ് ക്രിക്ക്. ആൻഡ് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ കൂടെ അവർ വേറെ എന്തും കൂടെ പറഞ്ഞിരുന്നു, ഒരു സ്കീം ഫോർ ഡി എൻ എ റെപ്ലിക്കേഷനും കൂടി അവർ പറഞ്ഞിരുന്നു. ആൻഡ് ആ സ്കീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എക്സ്പെരിമെന്റലി പ്രൂവും ചെയ്തിരുന്നു. ഏതില്? ഈ കൊളയില് മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് നമ്മൾ എന്തും കൂടെ പ്രൂവ് ചെയ്തു? നമ്മൾ ഡി എൻ എയുടെ റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്ത്. ആൻഡ് അത് സെമി കൺസർവേറ്റീവ് ആണ്. ആൻഡ് ഒരു പേരന്റൽ ഡി എൻ എയും ഒരു ന്യൂ സ്റ്റാൻഡും ആണ് ഉണ്ടായി വരുന്ന ഒരു പുതിയ ഡി എൻ എയിൽ ഉണ്ടാവാന്ന് കണ്ടു. ഇനി നമ്മൾ മെഷീനറി ആൻഡ് എൻസൈംസ് ഓഫ് ദ ഹോൾ പ്രോസസ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ കണ്ടു. അതില് ഇവിടെ തൊട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എങ്ങനെ ഡി എൻ എ റെപ്ലിക്കേഷനിൽ ആദ്യം മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്കറിയാം ഇത്രയും വലിയൊരു പ്രോസസ്സ്, അതായത് എനർജറ്റിക്കലി ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്കറിയാം എങ്ങനെ
ഒരൊറ്റ എൻസൈം കൊണ്ട് പറ്റില്ല. സ്റ്റിൽ ഒരു മേജർ എൻസൈം വേണം. ആ മേജർ എൻസൈം എങ്ങനെയാണ്? DNA ഡിപ്പെൻഡന്റ്. അതായത് DNA അഗെയിൻ റെപ്ലിക്കേറ്റ് ചെയ്ത് DNA ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ അതിന് എന്ത് വിളിച്ചു? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. ആൻഡ് അതാണ് അതിന്റെ മെയിൻ എൻസൈം എന്ന് കൂടി കണ്ടു. ഇനി നമുക്കറിയാം 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഒരു സ്ട്രാൻഡ് ഡിറക്ഷൻ 5' to 3'. അപ്പൊ നമുക്കറിയാം കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഡിറക്ഷൻ എന്തായിരിക്കും? 3' to 5'. ഇനി നമുക്കറിയാം ഇത് ഒരു ഹോൾ ഇത്രയും വലിയ അബൌട്ട് 2.2 meters ലെങ്ത് ഉള്ള DNA ഫുള്ളി റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അത്രയും ബേസ് പേസ് പൊട്ടിക്കാനുള്ള എനർജി നമ്മുടെ കയ്യിൽ ഇല്ല, നമുക്കറിയാലോ. അപ്പൊ അത്രയും എനർജി ഇല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചെറിയ സെഗ്മെന്റ് എടുത്ത് ആദ്യം റെപ്ലിക്കേറ്റ് ചെയ്യണം. ആൻഡ് അഗെയിൻ ഇത് ഹോൾ സെഗ്മെന്റിൽ റിപ്പീറ്റഡ് ആയി നടക്കും. അപ്പോ ഈ ചെറിയ സെഗ്മെന്റിന് വിച്ച് അണ്ടർഗോസ് DNA റെപ്ലിക്കേഷൻ, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിച്ചു. അതെങ്ങനെയാ? നമുക്കറിയാം ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ സ്ട്രാൻഡ് 5' to 3'. അപ്പോ ഇതിന്റെ ഒരു എൻഡില് നമ്മൾ ഇത്രയും ഭാഗത്തുള്ള എനർജി അല്ലെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള കോംപ്ലിമെന്റാരിറ്റി ഉണ്ടാക്കുന്ന ബേസ് പേസിന്റെ തമ്മിലുള്ള ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തു. ആൻഡ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ ആദ്യം എന്തുണ്ടാക്കി? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. ആൻഡ് ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് നമുക്കറിയാം മേലത്തെ സ്റ്റാൻഡ് ഡിറക്ഷൻ നമ്മളെപ്പോഴും റൈറ്റിൽ നിന്നാണ് റീഡ് ചെയ്യുക 3' to 5'. ആൻഡ് താഴത്തെ സ്റ്റാൻഡ് ഡിറക്ഷൻ 5' to 3'. ഇനി നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കി. അതായത് ഇത്രയും ഫുൾ സ്റ്റാൻഡ്സ് എങ്ങനെയായിരുന്നു? ബേസ് പേസ് ആയിട്ട് ബോണ്ടഡ് ആയിരുന്നു ടു ഈച്ച് അതർ, കോംപ്ലിമെന്റാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പതുക്കെ ഈ റെപ്ലിക്കേഷൻ ഫോർക്കിലെ ബേസ് പേസ് പൊട്ടിച്ചു ആൻഡ് ആ സ്റ്റാൻഡിനെ ഡിസ്റ്റൻസിലേക്ക് ആക്കി. സ്റ്റിൽ നമുക്കറിയാം എന്ത്? ഇവിടെയുള്ള ബേസ് പേസ് ഇപ്പൊ A കൺസിഡർ ചെയ്താൽ ഇവിടെ T ആണുള്ളത്. അപ്പോ അത് തമ്മിൽ എന്താ? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള സാധ്യത ഹൈലി കൂടുതലാണ്. അതായത് ഹൈ ചാൻസസ് ഉണ്ട് എഗെയിൻ അവർ റീജോയിൻ ചെയ്യാനുള്ള. അപ്പോ അത് റീജോയിൻ ചെയ്യാണ്ടിരിക്കാൻ, അതായത് ടു പ്രിവെന്റ് റീകോയിൽ, നമുക്ക് എന്തിന്റെങ്കിലും സഹായം വേണം. ആ റീകോയിൽ പ്രിവെന്റ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്ത് വിളിച്ചു? ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒന്ന് അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്യുന്ന സാധനത്തിന് സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് വിളിച്ചു. അതായത് SSBP, സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ചെയ്യുന്നത് എന്താണ്? ടു പ്രിവെന്റ് റീകോയിൽ. അപ്പൊ റീകോയിൽ പ്രിവെന്റ് ചെയ്തു. ആൻഡ് ആ റീകോയിലിന് നമ്മൾ ഒരു പേരും കൂടി വിളിച്ചു, ഹെലിക്സ് ഡീസ്റ്റെബിലൈസേഷൻ. സ്റ്റേബിൾ ആണെന്ന് വെച്ചാൽ എന്താ? അവർ ബോണ്ട് ഫോം ചെയ്ത് കംഫർട്ടബിളി ഇരിക്കുകയാണ്. അതിപ്പോ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് പുതിയ സ്ട്രാൻഡ്സ് ഉണ്ടാക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഹെലിക്സ് ഡീസ്റ്റെബിലൈസേഷൻ എന്ന് വിളിച്ചു. അത് ചെയ്യുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. ആൻഡ് ഇനി അവിടെ വന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്തു. ആൻഡ് നമുക്കറിയാം റെപ്ലിക്കേഷൻ ഏത് ഡിറക്ഷനാണ് എപ്പോഴും നടക്കുന്നത്? റെപ്ലിക്കേഷൻ ചെയ്യുന്ന എൻസൈം, മേജർ എൻസൈം ആരാണ്? DNA പോളിമറേസ്. ആൻഡ് ഇൻ ദി ഡിറക്ഷൻ 5' to 3'. പക്ഷെ നമുക്കറിയാം മേജർ എൻസൈം DNA പോളിമറേസ് ആണെങ്കിലും അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണ്? അതിന് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ദേ കനോട്ട് ഇനീഷ്യേറ്റ് ദി പ്രോസസ്. അപ്പൊ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പുതിയൊരു ആളെ ആവശ്യമാണ്. അതായത് പുതിയൊരു എൻസൈമിനെ ആവശ്യമാണ്. ആ എൻസൈമിനെ ടു സ്റ്റാർട്ട് ദി പ്രോസസ് നമുക്ക് ആരെ വേണം? ഒരു പുതിയ എൻസൈമിനെ വേണം. ആ എൻസൈമിന്റെ പേരാണ് പ്രൈമേസ്. പക്ഷെ ഈ പ്രൈമേസിന് അഗെയിൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? ഈ പ്രൈമേസ് ബേസിക്കലി എന്താണ്? ഒരു DNA ഡിപ്പെൻഡന്റ്, അതായത് DNAയിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന എൻസൈമാണ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണ്. പക്ഷെ നമുക്കറിയാം DNA റെപ്ലിക്കേറ്റ് നമുക്ക് എന്ത് തന്നെയാണ് ഫൈനലി കിട്ടേണ്ടത്? DNA തന്നെയാണ് കിട്ടേണ്ടത്. അതിനാണ് നമ്മൾ ഈ ഹോൾ പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നത്. പക്ഷെ ഈ പ്രൈമേസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണ്. പക്ഷെ സ്റ്റിൽ അത് എന്തുണ്ടാക്കും? നമുക്ക് DNA പോളിമറേസിന് കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് 5' to 3', അതായത് സിന്തസിസ് നടക്കുന്ന ഡിറക്ഷനിൽ അവര് പ്രൈമർ ഉണ്ടാക്കും. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മുടെ 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് റെപ്ലിക്കേഷൻ ഫോർക്ക് ഡെവലപ്പ് ആയി. ഇനി ഡിറക്ഷൻ എങ്ങനെയാ? ഈ ടെൻഷനെ നമ്മൾ എന്ത് പറയും? സൂപ്പർ കോയിലിംഗ്. അതായത് ഇത്രയും ഭാഗം തുറന്നു വന്നപ്പോൾ നമുക്കറിയാം ഒരു 2 ഇങ്ങനെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ത്രെഡ് എടുത്തു വിചാരിച്ചോ.
ആൻഡ് നമ്മൾ ഈ അറ്റം തുറക്കാൻ നോക്കിയാൽ ഈ ഭാഗത്ത് ടെൻഷൻ ഡെവലപ്പ് ആവും. അപ്പൊ ആ ടെൻഷൻ റിമൂവ് ചെയ്യാൻ അടുത്ത ആൾ നമുക്ക് ഹെൽപ്പിന് വന്നു. ആ എൻസൈമിന്റെ പേരാണ്, അത് വന്ന് ഇവിടെ ഇരുന്നു. എന്തിനാണ്? ഈ സൂപ്പർ കോയിലിംഗ് അല്ലെങ്കിൽ ഈ ഹൈലി ഡെവലപ്പ് ആവുന്ന ടെൻഷൻ അത് കുറച്ചും കൂടെ റിലീസ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആക്കാൻ, ബാക്കിയുള്ള അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് റെപ്ലിക്കേഷൻ നടക്കാത്ത DNA സെഗ്മെന്റിൽ അതിനെ നമ്മൾ വിളിച്ചു ടോപ്പോ ഐസോമറേസ്. ആൻഡ് അവരെന്തിനു ഹെൽപ്പ് ചെയ്തു? റിമൂവ് സൂപ്പർ കോയിലിംഗ്. റിമൂവ് സൂപ്പർ കോയിലിംഗ്. ഇനി ഈ ടോപ്പോ ഐസോമറേസിന്റെ വേറൊരു പേരാണ് ഗൈറേസസ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ കണ്ടു? നമ്മുടെ DNA ഓപ്പൺ ആയി, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് കുറച്ച് ഭാഗത്തേക്ക്, കുറച്ച് സെഗ്മെന്റിലേക്ക്, അതായത് റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ സ്ഥലത്ത് ബോണ്ട് ബ്രേക്കേജ് നടന്ന് അവര് സെപ്പറേറ്റ് ആയി. ആൻഡ് ഇവരുടെ അഗെയിൻ അവർ കൂടിച്ചേരാണ്ടിരിക്കാൻ നമ്മുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ അവിടെ നിന്ന് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതായത് പിടിച്ചു വെച്ചു അവരെ രണ്ട് സൈഡിലും, നിങ്ങൾ ഇനിയും പോയി ബോണ്ട് ഫോം ചെയ്യരുത് എന്നുള്ള രീതിയിൽ. ആൻഡ് അവര് റീകോയിൽ പ്രിവെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഹെലിക്സ് ഡീസ്റ്റെബിലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ബാക്കിയുള്ള സ്ഥലത്ത് അപ്പൊ എന്താവും? ടെൻഷൻ ജനറേറ്റ് ആവും. അത് റിലീസ് ചെയ്യാൻ ടോപ്പോ ഐസോമറേസ് അല്ലെങ്കിൽ ഗൈറേസ് വന്ന് അവിടെ ഇരുന്ന് ആ ടെൻഷൻ അല്ലെങ്കിൽ ദേ ഹെൽപ്പ് ടു റിമൂവ് സൂപ്പർ കോയിലിംഗ്. ഇനി നമുക്കറിയാം നമ്മുടെ മെയിൻ എൻസൈമായ DNA ഡിപെൻഡന്റ് DNA പോളിമറേസ് വരും. പക്ഷെ അവർക്ക് എന്താ ഡ്രോബാക്ക്? അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അതായത് പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാ? നമ്മുടെ പ്രൈമേസ് എൻസൈം. ഈ പ്രൈമേസ് എൻസൈം വന്ന് ആദ്യത്തെ 3' to 5' കുറച്ച് എന്തുണ്ടാക്കും? നമുക്കറിയാം സിന്തസിസ് ഇസ് ഓൾവേസ് ഫ്രം 5' to 3'. അപ്പൊ അവരെന്തുണ്ടാക്കി? ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരാണ് പ്രൈമർ. നമ്മളിവിടെ ഓൾറെഡി കണ്ടിരുന്നു 5' to 3' ഡിറക്ഷനിൽ നമ്മൾ പ്രൈമർ ഉണ്ടാക്കി. ആൻഡ് നമുക്കറിയാം ഈ പ്രൈമർ എന്തും കൂടിയാണ്? DNA ഡിപെൻഡന്റ് RNA പോളിമറേസ് ആയതുകൊണ്ട് ഇത് ആക്ച്വലി RNAയുടെ സീക്വൻസ് ആണ്. പക്ഷെ നമുക്കറിയാം നമുക്ക് DNA ആണ് വേണ്ടത്. പക്ഷെ ജസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഈ പ്രൈമർ ഇവിടെ വന്നിരുന്നു. ആൻഡ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് എന്ത് പറ്റും? നമ്മുടെ വേണ്ട DNA തന്നെ ഫോം ചെയ്യാൻ തുടങ്ങും. കാരണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കണ്ടിന്യൂ ചെയ്ത് ഇതെന്താണ്? ഇത്രയും DNA അതായത് കോംപ്ലിമെന്റാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ DNA ഉണ്ടായി തുടങ്ങി. ഇതെന്താണ്? നമ്മുടെ DNA. ആൻഡ് ഇതേപോലെ മറ്റേ സ്റ്റാൻഡിലും ചെയ്യണം. കാരണം നമുക്കറിയാം ഡബിൾ സ്റ്റാൻഡാണ് DNA. അപ്പൊ രണ്ട് സ്റ്റാൻഡിലും കാര്യങ്ങൾ നടക്കണം. അപ്പൊ ഡബിൾ സ്റ്റാൻഡിൽ എന്ത് ചെയ്യും? നമുക്കറിയാം ഓൾവേസ് ഫ്രം 5' to 3' സിന്തസിസ് നടക്കുള്ളൂ. അപ്പൊ താഴത്തെ സ്റ്റാൻഡ് ഡിറക്ഷൻ തന്നെ 5' to 3' ആണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ 5' to 3' സിന്തസിസ് നടക്കാൻ പറ്റില്ല, കാരണം കോംപ്ലിമെന്റാരിറ്റി കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഉണ്ടായി വരുന്ന സ്റ്റാൻഡ് ഏത് ഡിറക്ഷനിലായിരിക്കും? ഉണ്ടായി വരുന്ന സ്റ്റാൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അതിങ്ങനെ 5' to 3'. എന്നാൽ ഈ 5' to 3' ഈ അതായത് 3' to 5' റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് വായിക്കുന്നത്. അപ്പൊ 3' to 5' ഉണ്ടായി. പക്ഷെ ഇതെങ്ങനെയാ? 5' to 3' ഉണ്ടായി. ആൻഡ് അപ്പോ നമുക്കറിയാം സിന്തസിസ് ഓൾവേസ് ഫ്രം 5' to 3'. അപ്പൊ ഇവിടുന്ന് ഈ സൈഡിലേക്ക് സിന്തസിസ് നടക്കുമ്പോൾ താഴത്തെ സ്റ്റാൻഡിൽ എങ്ങനെയാണ് സിന്തസിസ് നടക്കുന്നത്? ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് സിന്തസിസ് നടന്നു. അങ്ങനെ. പക്ഷെ ഇതെന്താ? നമുക്ക് ഇവിടുന്ന് 5' 3' സിന്തസിസ് തുടങ്ങി ഇവിടെ ഒരു എൻഡായി. ഇനി നമുക്ക് ആക്ച്വൽ സിന്തസിസ് DNAയുടെ തുടങ്ങണം. അപ്പൊ ആക്ച്വൽ സിന്തസിസ് കുറച്ച് നടന്നപ്പോൾ നമുക്ക് മനസ്സിലായി റെപ്ലിക്കേഷൻ ഫോർക്കിൽ തീർന്നു പോയി. ഇനി അടുത്ത പ്രൈമർ ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്യും ടു കണ്ടിന്യൂ ദിസ് പ്രോസസ്. അപ്പോ അടുത്ത പ്രൈമർ എവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും? ഈ സൈഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. കാരണം ഇവിടെ ഓൾറെഡി എൻഡ് ആയതുകൊണ്ട് നമ്മുടെ ആദ്യം ഉണ്ടായ സ്റ്റാൻഡ് ഇപ്പത്തെ സ്റ്റാൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. 5' to 3' പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്തു. ആൻഡ് അഗെയിൻ കുറച്ച് സ്ഥലത്തേക്ക് DNA സിന്തസിസ് കണ്ടിന്യൂ ചെയ്ത് നടക്കും. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് മേലത്തെ സ്റ്റാൻഡിൽ വിച്ച് ഇസ് 3' to 5' എന്ന് പറഞ്ഞ പേരന്റ് സ്റ്റാൻഡ് ഉണ്ടായ സ്റ്റാൻഡ് പ്രൈമർ സിന്തസിസ് കംഫർട്ടബിളി, അതായത് ഈ സൈഡിൽ ഈ സൈഡിലേക്കാണ്ട് കംഫർട്ടബിളി നടന്നു. പക്ഷെ മറ്റേ താഴത്തെ സ്റ്റാൻഡിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് ദ ഹോൾ പ്രോസസ് ഗോയിങ് ഓൺ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ആ സാധനത്തിന് ഒരു പേരിട്ട് വിളിച്ചു. അതായത് ഫ്രാഗ്മെന്റ് വൈസ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ അതിന് എന്ത് വിളിച്ചു? ഈ ഫ്രാഗ്മെന്റ്സ് നമ്മൾ ഒരു പേരിട്ട് വിളിച്ചു, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്. ആൻഡ് ഒരു എക്സ്ട്രാ പോയിന്റ് പറയുകയാണെങ്കിൽ ഈ പ്രൈമർ നമുക്കറിയാം യൂകരിയോട്സിലും പ്രോകരിയോട്സിലും DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രൈമറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. യൂകരിയോട്ട്
പ്രോകെരിയോട്ട്. യൂകെരിയോട്ടിൽ അത് 10 ന്യൂക്ലിയോടൈഡ്സ് ഉള്ള പ്രൈമർ ആയിരിക്കും. ആ പ്രൈമറിന് എത്ര ന്യൂക്ലിയോടൈഡ്സേ ഉള്ളൂ? 10. പക്ഷെ പ്രോകെരിയോട്ടിൽ 10 to 60 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവും. ആൻഡ് ഇതേപോലെ ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? യൂകെരിയോട്ടിലും പ്രോകെരിയോട്ടിലും. പ്രോകെരിയോട്ടിൽ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് അറൌണ്ട് 1000 to 2000 NT എന്ന് വെച്ചാൽ ന്യൂക്ലിയോടൈഡ്സ് ഉള്ളതായിരിക്കും. ആൻഡ് യൂകെരിയോട്ടിൽ എങ്ങനെയാണ്? ജസ്റ്റ് 150 to 200 ന്യൂക്ലിയോടൈഡ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്കറിയാം ഈ ഡിസ്കണ്ടിന്യൂസ്ലി നടക്കുന്ന ഈ ഫ്രാഗ്മെന്റ് ഫോർമേഷന് ഫൈനലി നമുക്ക് ഒരു ഹോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആക്കാൻ നമുക്ക് ജോയിൻ ചെയ്യണം. ആ ജോയിൻ ചെയ്യാൻ വരുന്ന അടുത്ത എൻസൈമിന്റെ പേരാണ് DNA ലൈഗേസ്. ലൈഗേറ്റ് എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യാം. അവരെന്ത് ചെയ്യും? ദേ ജോയിൻ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇനി ഇപ്പൊ എന്ത് മനസ്സിലായി? നമ്മൾ പ്രൈമർ ആദ്യം വന്ന് അറ്റാച്ച് ചെയ്തു ആൻഡ് ദ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നമുക്കറിയാം ഇത്രയും ഉള്ളതിന് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിലും ഫസ്റ്റ് നമുക്കറിയാം ഇവിടുന്ന് DNA സിന്തസിസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കിയുള്ളത് പ്രൈമർ ആയിരുന്നു. ആ പ്രൈമറിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വന്ന് റിമൂവ് ചെയ്യും, കാരണം അത് RNA ഫ്രാഗ്മെന്റ് ആയതുകൊണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു? പുതിയ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. എന്ത് വെച്ച്? ന്യൂക്ലിയോടൈഡ്സ് വെച്ച്. അതായത് പുതിയ DNA ഓൾമോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങി. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു എന്ത്? ഡൈന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്. ട്രൈഫോസ്ഫേറ്റിന്റെ പ്രത്യേകത എന്താ? അതായത് ഭയങ്കര ഹൈ എനർജി ആണ്. ഹൈ എനർജി ആയതുകൊണ്ട് അവർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? സബ്സ്ട്രേറ്റും എനർജിയും പ്രൊവൈഡ് ചെയ്യും. എന്തിന്? ഈ DNA സിന്തസിസിന് അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷന്. ഇനി നമ്മൾ ഈ സ്ട്രാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സ്ട്രാൻഡ് കാണാം. ആൻഡ് ഈ സ്ട്രാൻഡിൽ ഉണ്ടായി വരുന്ന DNA നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? ഒന്ന് ലീഡിങ് സ്ട്രാൻഡും മറ്റേത് ലാഗിങ് സ്ട്രാൻഡുമായിട്ട് നമ്മൾ പേരിട്ടു. ആൻഡ് ലീഡിങ് സ്ട്രാൻഡ് ഡിറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 3' to 5'. അതെന്തുകൊണ്ടാണ് ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയപ്പെടുന്നത്? അതായത് 3' to 5' ആയതുകൊണ്ട് എന്താണ് അതിന്റെ ഗുണം? കണ്ടിന്യൂറ്റിയിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ DNA ഉണ്ടാക്കാൻ പറ്റി. അപ്പോ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? കണ്ടിന്യൂസ്. അതായത് ഉണ്ടായി വന്ന DNA കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിന് നമ്മൾ എന്ത് വിളിച്ചു? ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിച്ചു. പക്ഷെ ലാഗിങ് സ്ട്രാൻഡ് വിളിക്കാൻ കാരണം എന്താ? ഒന്നാമത് അത് 5' to 3' ആയിട്ടുള്ള പേരന്റൽ DNAയിലാണ് നമ്മുടെ എന്ത് നടന്നത്? ഡിസ്കണ്ടിന്യൂറ്റിയിൽ, അതായത് കണ്ടിന്യൂസ് അല്ലാണ്ട് ഫ്രാഗ്മെന്റ് ഫോം ചെയ്ത് പുതിയ DNA ഉണ്ടായത്. ആൻഡ് അതെന്തും കൂടിയാണ് ഉണ്ടായി വന്ന ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഡിസ്കണ്ടിന്യൂറ്റിയിലാണ്. അപ്പൊ ഡിസ്കണ്ടിന്യൂസ്. അപ്പോ നിങ്ങളോട് ചോദിക്കാണ് DNA റെപ്ലിക്കേഷനിൽ 3' to 5' എന്ന് പറഞ്ഞ പേരന്റ് സ്ട്രാൻഡിൽ ഏത് തരം DNA ആണ് ഉണ്ടായത്? കണ്ടിന്യൂസ് ആണ്. അതായത് 3' to 5' ഡിറക്ഷനിലെ പേരന്റ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് DNA സിന്തസിസ് നടന്നു. പക്ഷെ ലാഗിങ് സ്ട്രാൻഡിൽ എങ്ങനെ? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് നടന്നത്. അപ്പൊ നമ്മൾ ഈ ഹോൾ പ്രോസസ് ഇത് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആൻഡ് നമ്മൾ ഈ ഹോൾ പ്രോസസ്സിനെ എന്ത് വിളിച്ചു? സെമി ഡിസ്കണ്ടിന്യൂസ്. അതായത് ഹാഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ നടക്കുന്നതുകൊണ്ട്. കാരണം മേലത്തെ എന്ന് വെച്ചാൽ 3' to 5' സ്റ്റാൻഡിൽ ഉണ്ടായി വന്ന പുതിയത് കണ്ടിന്യൂസും മറ്റേത് ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നു സെമി ഡിസ്കണ്ടിന്യൂസ്. ആൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ദ ഹോൾ പ്രോസസ് സെമി കൺസർവേറ്റീവ്. കാരണം എന്താ? ഉണ്ടായി വരുന്ന DNA-ലും ഈ സൈഡ് നോക്കിയാലും ഉണ്ടായി വരുന്ന DNA-ല് ഓൾറെഡി പകുതി എന്തായിരുന്നു? പകുതി നമ്മുടെ പേരന്റ് സ്ട്രാൻഡും ബാക്കി ഹാഫ് മാത്രമേ ഉള്ളൂ എന്ത്? ഉണ്ടായി വരുന്ന പുതിയ സ്ട്രാൻഡും. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അതിനെ സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ പഠിച്ചിരുന്നു. ഇനി ഞാൻ ഈ ലീഡിങ് സ്ട്രാൻഡിന്റെയും ലാഗിങ് സ്ട്രാൻഡിന്റെയും ഡിഫറൻസസ് ചോദിക്കുകയാണെങ്കിൽ, ലീഡിങ് സ്ട്രാൻഡ് ആൻഡ് ലാഗിങ് സ്ട്രാൻഡ് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? ദ പുതിയ സ്ട്രാൻഡ് ഗ്രോസ് കണ്ടിന്യൂസ്ലി ഇൻ ലീഡിങ് സ്ട്രാൻഡ്. കണ്ടിന്യൂസ് ആയിട്ടാണ് DNA സിന്തസിസ് നടക്കുന്നത്. പക്ഷെ ലാഗിങ് സ്ട്രാൻഡിൽ എങ്ങനെയാ? സെപ്പറേറ്റ് സെഗ്മെന്റ്സ് ആയിട്ടാണ്, അതായത് ഡിസ്കണ്ടിന്യൂസ്. അതിന്റെ പേര് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്തായിരിക്കും? നമുക്ക് ലീഡിങ് സ്ട്രാൻഡിൽ ഉണ്ടായി വന്ന പുതിയ DNA-യിൽ ഗ്യാപ്പ് ഒന്നും കണ്ടില്ല.
അതായത് പിന്നെ ലൈഗേസ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഗ്യാപ്പ് ഇല്ലായിരുന്നു, അപ്പൊ നോ ഗ്യാപ്സ്. പക്ഷെ ലാഗിങ് സ്ട്രാൻഡിൽ എങ്ങനെയാ? ഗ്യാപ്സ് പ്രസന്റ്. അതിന് നമ്മൾ എന്തും കൂടി വിളിച്ചു? ഡിസ്കണ്ടിന്യൂസ്. ഇനി ലീഡിങ് സ്ട്രാൻഡിൽ ഗ്യാപ്പ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും സിന്തസിസ്. അപ്പൊ നമ്മൾ ആ പ്രോസസ്സിനെ എന്തും കൂടി വിളിച്ചു? ഫാസ്റ്റ്. അതായത് പെട്ടെന്ന് നടക്കും, ഗ്യാപ്പ് ഒന്നുമില്ല, ലൈഗേജിന് ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് പ്രോസസ്സ് ഫാസ്റ്റ് ആയി. പക്ഷെ ലാഗിങ് സ്ട്രാൻഡിൽ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ്, വെദർ DNA ligase is required or not. ലീഡിങ് സ്ട്രാൻഡിൽ എങ്ങനെയാ? DNA ligase is not required. എന്തുകൊണ്ടാ? കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കേണ്ടതിന് പിന്നെയും ലൈഗേറ്റ് ചെയ്ത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലാഗിങ് സ്ട്രാൻഡിൽ എങ്ങനെയാ? DNA ligase required. ഇനി ഫൈനലി ദ മെയിൻ പോയിന്റ് എന്താണ്? ഗ്രോത്ത് ഏത് ഡിറക്ഷനിലാണ് നടക്കുന്നത്? ഗ്രോത്ത് ഇതിലെങ്ങനെയാ? ലീഡിങ് സ്ട്രാൻഡ് ഈസിലി പറയാം 5' to 3', കാരണം സിന്തസിസ് ഓൾവേസ് ഫ്രം 5' to 3'. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, താഴെയുള്ള ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സും നമ്മൾ ആസ് ഫ്രാഗ്മെന്റ്സിന്റെ ബേസിസിൽ നോക്കിയാൽ ഇതും 5' to 3' എന്നല്ലേ സിന്തസിസ് നടന്നത്. പക്ഷെ ഈ ഗ്രോത്ത്, അതായത് ഗ്രോത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദ ഹോൾ ലെങ്ത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഇത് ഫസ്റ്റ് ഫ്രാഗ്മെന്റ് ആയിട്ട് വിളിച്ചു, ഫസ്റ്റ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്. ഇത് സെക്കൻഡ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്, കാരണം എൻഡിൽ നിന്ന് നടുക്കിലോട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിറക്ഷന്റെ ഗ്രോത്ത് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടി? ഡിറക്ഷൻ ഓഫ് ഹോൾ ഗ്രോത്ത് അല്ലെങ്കിൽ ടോട്ടൽ ഗ്രോത്ത് നിങ്ങൾക്ക് 3' to 5' കിട്ടി. എങ്ങനെ? കാരണം മേലെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഡിറക്ഷൻ നമ്മൾ എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ 3' to 5'. അപ്പൊ നിങ്ങൾ എന്തെഴുതി? ഗ്രോത്തിന്റെ ഡിറക്ഷൻ ഇസ് ഫ്രം 3' to 5'. എങ്ങനെ? ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റിൽ അപ്പോഴും എങ്ങനെയാണ് ഗ്രോത്തിന്റെ ഡിറക്ഷൻ? നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം, ഈച്ച് ഒക്കസാക്കി ഗ്രോത്ത് സ്റ്റിൽ എങ്ങനെയുള്ളൂ? നമുക്ക് മെയിൻ സിന്തസിസ് 5' to 3' ആ ഡിറക്ഷനിൽ തന്നെ. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? ലീഡിങ് സ്റ്റാൻഡും ലാഗിങ് സ്റ്റാൻഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് കിട്ടി. ഇനി ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് പ്രൈമർ ഒന്ന് അറ്റാച്ച് ചെയ്തു ആൻഡ് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. DNTP വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്ത് പ്രൈമറിന്റെ ഇപ്പുറത്ത് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ഒരു എൻസൈമിന്റെ കാര്യം പറയാൻ പറഞ്ഞു. എങ്ങനെ? ഫസ്റ്റ് പ്രോസസ്, അതായത് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് എൻസൈം വെച്ചാൽ റെപ്ലിക്കേഷൻ ഫോർമേഷൻ നടക്കണം. അതായത് 2 സ്റ്റാൻഡിനെയും ദൂരേക്ക് ആക്കണം. അതിനെ നമ്മൾ വിളിച്ചു എന്ത്? ഹെലിക്കേസ്. ഹെലിക്കേസ് എന്താ ചെയ്തത്? ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കാൻ, അതായത് ഒരു വൈ ഷേപ്പ് ഉണ്ടാക്കിയല്ലോ, ഈ ബോൺസ് തമ്മിൽ ബ്രേക്കേജ് നടത്താൻ ഹെൽപ്പ് ചെയ്ത എൻസൈം ഹെലിക്കേസ്. ആൻഡ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വന്നത് SSBP അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ. ആൻഡ് ബാക്കിയുള്ള സ്ഥലത്തെ ടെൻഷൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ടോപ്പോ ഐസോമറേസ് അല്ലെങ്കിൽ ഗൈറേസ്. ആൻഡ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ് ഫോർമേഷൻ നടന്നു, ഗ്രോത്തിന്റെ ഡിറക്ഷൻ പറഞ്ഞു, ലീഡിങ് സ്റ്റാൻഡും ലാഗിങ് സ്റ്റാൻഡും തമ്മിലുള്ള ഡിഫറൻസസും പറഞ്ഞു. ഇനി നമ്മുടെ മെയിൻ എൻസൈമിനെ കുറിച്ച് പറയാനാണെങ്കിൽ മെയിൻ എൻസൈം ഏതാ? DNA പോളിമറേസ്. DNA പോളിമറേസിന് 2 ഫങ്ഷൻസ് നമുക്ക് മെയിൻലി പറയാൻ പറ്റും. ഏതൊക്കെ 2 ഫങ്ഷൻസ്? ഒന്ന് നമുക്ക് എല്ലാം അറിയാം, എന്ത്? ഹോൾ പ്രോസസ് നടക്കണമെങ്കിൽ ഫോർമേഷൻ ഓഫ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ആവശ്യമാണ്. ഫോംസ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിമറേസ് ആക്ടിവിറ്റി, അതായത് പോളിമറൈസിങ് ആക്ടിവിറ്റി. ആൻഡ് ഈ പോളിമറൈസിങ് ആക്ടിവിറ്റി ഏത് ഡിറക്ഷൻ ആണ് ഓൾവേസ് ടേക്കിംഗ് പ്ലേസ്? 5' to 3'. പക്ഷെ ഈ DNA പോളിമറേസിന് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ മാത്രമല്ല, അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ട്. കൻ ഓൾസോ ബ്രേക്ക് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അതിന് നമ്മൾ എന്ത് ആക്ടിവിറ്റി എന്ന് വിളിച്ചു? ന്യൂക്ലിയേസ് ആക്ടിവിറ്റി. അതായത് ന്യൂക്ലിയോടൈഡ്സിനെ ബ്രേക്ക് ചെയ്യുക. ഏസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യുക, ന്യൂക്ലിയേസ് ആക്ടിവിറ്റി. അപ്പോൾ എഗെയിൻ 2 സിനാരിയോ വരാണ്. എങ്ങനെ? നമുക്കറിയാം 2 സ്ട്രാൻഡ് ഉണ്ട്, ഇത് 5' to 3', ഇത് 3' to 5'. നമുക്ക് വേണമെങ്കിൽ ഈ എൻസില്
ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്ത് ഇവിടുന്ന് ഒരു സിസർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് എൻസിലെ ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഈ നടുക്കിലത്തെ ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യും. അപ്പൊ എഗെയിൻ രണ്ടെണ്ണം ഈ എൻസില് റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? എക്സോ ന്യൂക്ലിയേസ്, അതായത് എൻഡിൽ റിമൂവ് ചെയ്യാൻ. പക്ഷെ ഈ നടുക്ക് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എൻഡോ ന്യൂക്ലിയേസ് ആക്ടിവിറ്റി എന്ന് വിളിച്ചു. പക്ഷെ നമുക്ക് എന്തറിയാം, ഈ DNA പോളിമറൈസിന് എൻഡോ ന്യൂക്ലിയേസ് ആക്ടിവിറ്റി ഹ്യൂമൻസിൽ ഇല്ല. അതായത് നടക്കുന്ന ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് ലാബില് ഈ DNA റെപ്ലിക്കേഷൻ ഒക്കെ നടത്തണമെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ് ആയിട്ട് നമുക്ക് ബയോടെക്നോളജിയിൽ പഠിക്കും. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? നടുക്കുള്ള ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഈ DNA പോളിമറൈസ് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് അഗെയിൻ ഈ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിക്ക് രണ്ടെണ്ണം എന്ത് രണ്ട് എൻസിന്ന് ഐദർ ഓഫ് ദ ടു എൻസിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അതായത് 5' to 3' ആവാം, അല്ലെങ്കിൽ 3' to 5' ആവാം. അപ്പോ രണ്ട് ഡിറക്ഷനിലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി 5' to 3' ഡിറക്ഷനിൽ, അതായത് സിന്തസിസ് 5' to 3' ഡിറക്ഷനാണ് നടക്കുന്നത്, എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയും 5' to 3' ഡിറക്ഷനാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? പ്രൈമർ റിമൂവൽ. അതെന്തിനാ പ്രൈമർ റിമൂവൽ? കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ ഉണ്ടായി വരുന്ന പ്രൈമർ RNA സ്റ്റാൻഡ് ആണ്, നമുക്ക് വേണ്ടത് DNA ആണ്. അപ്പോൾ ജസ്റ്റ് ഇനീഷ്യേറ്റിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്തതാണ് പ്രൈമറിനെ. അതിന് നമുക്ക് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യുന്നത് ആരാണ്? ഈ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പ്രൈമർ റിമൂവൽ കോസ് ചെയ്യുന്ന 5' to 3' എൻഡിൽ നടക്കുന്ന എക്സോ ന്യൂക്ലിയസ് ആണ്. ഇനി 3' to 5' അതേപോലെ അതിന് നമ്മൾ എന്ത് വിളിച്ചു? പ്രൂഫ് റീഡിങ്. പ്രൂഫ് റീഡിങ് എന്തിനാ? നമുക്കറിയാം സ്ട്രാൻഡ്സ്, പുതിയ സ്ട്രാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാം, ഇവിടുന്ന് A ആണെങ്കിൽ പുതിയ സ്ട്രാൻഡിന് ഇപ്പുറത്ത് T ആണ് ഉണ്ടായി വരുന്നത്, ഇവിടെ G ആണെങ്കിൽ C ആണ് ഉണ്ടായി വരുന്നത്. പക്ഷെ നമ്മള് തെറ്റ് പറ്റി Gന് പകരം അവിടെ T കൊണ്ടുപോയി ഫിക്സ് ചെയ്തു. പക്ഷെ നമുക്കറിയാം Gയും Tയും ബോണ്ട് ഫോം ചെയ്യില്ല. അപ്പൊ അതൊരു തെറ്റ് പറ്റിയില്ല. അപ്പൊ നമുക്ക് ആ Tനെ റിമൂവ് ചെയ്ത് എന്ത് കൊണ്ടുവരണം? Tനെ റിമൂവ് ചെയ്ത് അഗെയിൻ C കൊണ്ടുവരണം. അപ്പോ ഇത്രയും സ്പീഡിൽ നടക്കുന്ന പ്രോസസ്സിന് എന്തെങ്കിലും തെറ്റ് പറ്റിയോ, അല്ലെങ്കിൽ ഒന്നും കൂടി പ്രൂഫ് റീഡ് ചെയ്യുക. പ്രൂഫ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹോൾലി ഒരു ലുക്ക്, ദേ ടേക്ക് എ ലുക്ക് ആൻഡ് ദേ എൻഷുർ ദാറ്റ് ദർ ഇസ് നോ മിസ്റ്റേക്ക്. അതായത് മ്യൂട്ടേഷൻ, അങ്ങനെ വരുന്ന മിസ്റ്റേക്കിനെ നമ്മൾ മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടി പ്രൂഫ് റീഡ് ചെയ്ത് Gന് പകരം Gന്റെ ഓപ്പോസിറ്റ് Cനെ തന്നെ കൊണ്ടുവരും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ 3' to 5' എൻഡിൽ നടക്കുന്ന എക്സോ ന്യൂക്ലിയസ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു എന്തിനെ പറ്റി? DNA പോളിമറൈസിനെ പറ്റി. കാരണം എന്താ? DNA പോളിമറൈസ് ആണ് മേജർലി ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോർമേഷൻ നടത്തി പുതിയ സ്ട്രാൻഡിനെ കംപ്ലീറ്റ് ഉണ്ടാക്കി ഒന്നും കൂടി അതിലേക്കൂടി ഗോ ത്രൂ ചെയ്ത് അവരെ പ്രൂഫ് റീഡ് ചെയ്ത് എന്ത് ചെയ്യുന്നത്? ഒന്നും കൂടി എല്ലാം കറക്റ്റ് അല്ലേന്ന് എൻഷുർ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രൈമർ റിമൂവൽ കൂടി ആരാണ് നടത്തുന്നത്? നമ്മുടെ DNA പോളിമറൈസ് ആണ്. ഇനി ഈ DNA പോളിമറൈസിന്റെ വേരിയേഷൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യം പ്രോകറിയോട്സിൽ 3 മെയിൻ DNA പോളിമറൈസ് കാണാൻ പറ്റും. 3 മെയിൻ DNA പോളിമറൈസ്: DNA പോളിമറൈസ് 1, DNA പോളിമറൈസ് 2, DNA പോളിമറൈസ് 3. ഏതൊക്കെ? 3 ടൈപ്സ്, 3 മെയിൻ പോളിമറൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ്: പോളിമറൈസ് 1, 2, 3. ഇനി നമുക്കറിയാം പോളിമറൈസിന്റെ മെയിൻ ഫങ്ഷൻസും കൂടി സൈഡിൽ എഴുതാണെങ്കിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്? പോളിമറൈസേഷൻ ഫ്രം 5' to 3'. ആൻഡ് സെക്കൻഡ് ഫങ്ഷൻ എന്താ വന്നത്? എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി, അതായത് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഫ്രം 3' to 5' നമ്മൾ പ്രൂഫ് റീഡിങ് വിളിച്ചു. ആൻഡ് തേർഡ് അഗെയിൻ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഫ്രം 5' to 3' നമ്മൾ പ്രൈമർ റിമൂവൽ എന്ന് വിളിച്ചു. ഇനി DNA പോളിമറൈസ് 1ന് ഈ 3 ആക്ടിവിറ്റിയും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് പോളിമറൈസേഷൻ നടത്തും, പ്രൂഫ് റീഡിങ് നടത്തും, പ്രൈമർ റിമൂവൽ നടത്തും. പക്ഷെ പോളിമറൈസ് 2ന് 2 പറ്റുള്ളൂ, ഈ തേർഡ് ഫംഗ്ഷൻ പറ്റില്ല. ആൻഡ് അഗെയിൻ DNA പോളിമറൈസ് 3ക്കും 2 പറ്റുള്ളൂ, തേർഡ് ഫംഗ്ഷൻ പറ്റില്ല, അതായത് പ്രൈമർ റിമൂവൽ പറ്റില്ല. അപ്പോ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ വിട്രോയില് ബയോടെക്നോളജിയിൽ കൂടുതൽ പഠിക്കും. ഇൻ വിട്രോയില് നമ്മൾ പോളിമറൈസേഷൻ അല്ലെങ്കിൽ DNA സിന്തസിസ്
നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? DNA പോളിമറേസ് 1. അത് നമ്മൾ ബാക്കി രണ്ട് ഉപയോഗിക്കാത്തത് കാരണം പ്രൈമർ റിമൂവൽ ആക്ടിവിറ്റി ഉള്ളത് ഏതിന് മാത്രമേ ഉള്ളൂ? DNA പോളിമറേസ് 1. DNA പോളിമറേസ് 1 മാത്രമേ നമ്മൾ ഇൻ വിട്രോയില് യൂസ് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, മെയിൻ പോളിമറൈസിങ് എൻസൈം അല്ലെങ്കിൽ മെയിൻ പ്രൂഫ് റീഡർ ആയിട്ടുള്ള എൻസൈം ആരാന്ന് വെച്ചാൽ നിങ്ങൾ എന്തേ പറയുള്ളൂ? പോളിമറേസ് 3. പക്ഷെ ഇൻവിട്രോയിൽ യൂസ് ചെയ്യുന്നത് പോളിമറേസ് 1. ഇതെന്തിനെ കുറിച്ച് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? പ്രോകറിയോട്സിലെ പോളിമറൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ DNA പോളിമറൈസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതോടെ നമ്മുടെ എന്ത് കഴിഞ്ഞു? DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇതാണ് നമ്മൾ കണ്ടത്. റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കി, എന്നിട്ട് ഫസ്റ്റ് ഏത് എൻസൈം വന്നു? ഹെലിക്കേസ് വന്ന് ഇവരെ സെപ്പറേറ്റ് ചെയ്തു, മാറ്റി നിർത്തി. ആൻഡ് SSBP വന്ന് ഇവിടെ ബൈൻഡ് ചെയ്തു. എന്തിന്? അവർ പിന്നെയും റീജോയിൻ ചെയ്യാണ്ടിരിക്കാൻ. ആൻഡ് SSBP രണ്ട് സൈഡിലും വന്ന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ടോപ്പോമറേസ് വന്ന് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. എന്തിന്? ഇവിടുത്തെ ടെൻഷൻ, അതായത് സൂപ്പർ കോയിലിംഗ് റിമൂവ് ചെയ്യാൻ. ആൻഡ് നമ്മുടെ നമ്മുടെ സബ്സ്ട്രേറ്റ് ആര്? നമ്മുടെ ഡൈന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് വിച്ച് പ്രൊവൈഡ് സബ്സ്ട്രേറ്റ് ആസ് വെൽ ആസ് എനർജി. അത് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തു. എങ്ങനെ? സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാം. 5'3' D ആദ്യം പ്രൈമർ വന്ന് ഇവിടെ നിന്നു. ആൻഡ് പ്രൈമറിന്റെ ഇപ്പുറത്ത് നമ്മുടെ പോളിമറൈസേഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ DNA ഡൈന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് വന്ന് അറ്റാച്ച് ചെയ്ത് നമ്മുടെ സിന്തസിസ് നടന്നു. ആൻഡ് നമുക്കറിയാം ഇത് സെമി ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം 3' 5' എൻഡിൽ ഉണ്ടായിരുന്ന സ്റ്റാൻസ് കണ്ടിന്യൂസും അഗൈൻ 5' 3' വന്ന സ്റ്റാൻസ് എങ്ങനെയാണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇവിടെ ലൈഗേസ് വന്ന് എങ്ങനെ അവരെ ജോയിൻ ചെയ്ത് അവരെ പിന്നെയും കംപ്ലീറ്റ് സ്റ്റാൻഡ് ആയിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് പഠിക്കുന്ന പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താ? വേഗ്ലി പറയുകയാണെങ്കിൽ നമുക്കറിയാം DNA-യിൽ നിന്ന് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യാണ് എങ്ങോട്ടേക്ക്? mRNA ആയിട്ട്. അതായത് DNA-യിൽ നിന്ന് mRNA ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ. അതിനു മുമ്പ് ജീനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജീൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് സ്ട്രക്ചറൽ ജീൻ ആൻഡ് സെക്കൻഡ് റെഗുലേറ്ററി. സ്ട്രക്ചറൽ ജീൻ അഗെയിൻ രണ്ട് ടൈപ്സ് ഉണ്ട്. എന്ത്? നോൺ സ്പ്ലിറ്റ് ജീൻ ആൻഡ് സ്പ്ലിറ്റ് ജീൻ. ആൻഡ് ഈ നോൺ സ്പ്ലിറ്റ് ജീൻ കാണുന്നത് ഏറ്റവും പഴയ ഏൻഷ്യന്റ് ഓർഗാനിസംസ് ലൈക്ക് പ്രോകറിയോട്സ് ആൻഡ് സം വൈറസസ്. ഈ സ്പ്ലിറ്റ് ജീൻ കാണുന്ന ഏതാ? അഡ്വാൻസ്ഡ്, അതായത് യൂക്കറിയോട്സ്. ആൻഡ് ഈ സ്പ്ലിറ്റ് ജീൻ നോൺ സ്പ്ലിറ്റ് ജീൻ പേരിട്ട് വിളിക്കാൻ കാരണം ഇവര് കോഡിങ് എങ്ങനെയാണ് നടക്കുന്നത്? കോഡിങ് കണ്ടിന്യൂസ് ആണ്. കോഡിങ് എന്ന് വെച്ചാൽ അവർ ഉണ്ടായി വരുന്ന സ്ട്രാൻഡ്സ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് നോൺ സ്പ്ലിറ്റ് ഒന്നുമില്ല നടക്കുക. അതായത് സെപ്പറേഷൻ ഒന്നുമില്ല, അതായത് വേർതിരിവൊന്നുമില്ല. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. പക്ഷെ യൂക്കറിയോട്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഉണ്ടായി വരുന്ന ജീൻ സ്പ്ലിറ്റ് ജീൻ ആണ്. അതായത് കുറച്ച് കോഡിങ് ആയിട്ടുള്ള സ്ട്രാൻഡും അതിന്റെ നടുക്ക് നോൺ കോഡിങ് ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഉണ്ടാവും. ഈ കോഡിങ് സ്ട്രാൻഡ്സ് ഇത് ഏതിലെ കാണുന്നുള്ളൂ? എക്സ്ക്ലൂസീവ്ലി ഇൻ യൂക്കറിയോട്സ്. പ്രോകറിയോട്സിലും വൈറസിലും കോഡിങ് സ്റ്റാൻഡ് കൊണ്ട് മാത്രം കണ്ടിന്യൂസ് ആയിരിക്കും. കോഡിങ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയി. യൂക്കറിയോട്സിന് സ്പ്ലിറ്റ് ജീൻ ആണ്, അതായത് കോഡിങ് സ്റ്റാൻഡ് ഉണ്ട്, നോൺ കോഡിങ് സ്റ്റാൻഡ് ഉണ്ട്. എഗെയിൻ കോഡിങ്, എഗെയിൻ നോൺ കോഡിങ്, അങ്ങനെ വേർതിരിവ് ഉണ്ട്. ആൻഡ് ഈ കോഡിങ് ആയിട്ടുള്ള സ്റ്റാൻഡ് നമ്മൾ എഗെയിൻ ഒരു സാധനം വിളിച്ചു എക്സോൺ. ട്രാൻസ്ക്രിപ്ഷനിൽ ഈ ടേംസിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നോൺ കോഡിങ്ങിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇൻട്രോൺ അല്ലെങ്കിൽ ഇന്റർവീനിങ് സീക്വൻസ്. കാരണം എന്താ? നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ ഈ നോൺ കോഡിങ് സാധനങ്ങൾ പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. അവരെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഏത് ഓർഗാനിസത്തിൽ മാത്രം? എല്ലാത്തിലും അല്ല, ഓൺലി ഇൻ യൂക്കറിയോട്സ്. കാരണം അവർക്ക് മാത്രമേ സ്പ്ലിറ്റ് ജീൻ ഉള്ളൂ. ആൻഡ് ഇന്റർവീനിങ് സീക്വൻസ് അല്ലെങ്കിൽ IVS എന്ന് വിളിച്ചു. അപ്പോൾ ഓപ്ഷൻസിൽ ഇൻട്രോൺ അല്ലെങ്കിൽ ഇന്റർവീനിങ് സീക്വൻസ് അല്ലെങ്കിൽ IVS കണ്ട നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? ഒന്നാമത് അത് സ്പ്ലിറ്റ് ജീന്റെ ഒരു പാർട്ടാണ്. സ്പ്ലിറ്റ് ജീൻ ഏതിലേ ഉള്ളൂ? യൂക്കറിയോട്സിനെ മാത്രമേ റെഫർ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മള് DNA എടുക്കാൻ എന്തിനാണ് നമുക്ക് DNA ഇപ്പൊ mRNA ഉണ്ടാക്കണം. അപ്പൊ നമ്മള് DNA ഒരു ഫ്രാഗ്മെന്റ് എടുത്ത് നോക്കി.
അപ്പൊ DNA ഒരു ഫ്രാഗ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടു? ഇത്രയും ഭാഗം ഇത്രയും ഭാഗത്തിനെ കൊണ്ട് എന്തേ ഉള്ളൂ? ഇത്രയും ഭാഗം എക്സോൺ ആണ് ആൻഡ് ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇൻട്രോൺ ആണ്, അതായത് നോൺ കോഡിംഗ് ആണ്. ആൻഡ് എഗെയിൻ കുറച്ച് ഭാഗം എക്സോൺ, എഗെയിൻ കുറച്ച് ഭാഗം ഇൻട്രോൺ, അതായത് നോൺ കോഡിംഗ്. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ആദ്യം കാണാം? കുറച്ച് കഴിയുമ്പോൾ കോഡിംഗ് സ്റ്റാൻഡായ എക്സോൺ കാണാൻ പറ്റും. ഇങ്ങനെ എക്സോൺ ഇൻട്രോൺ അങ്ങനെ അവരുടെ ഒരു മിക്സിങ്, അതായത് സ്പ്ലിറ്റ് ഉണ്ട്, ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ജീനാണ്. ഏതില്? യൂക്കറിയോട്സിന്റെ കേസിലാണ് പറയുന്നത്, DNA എടുത്ത് നോക്കുമ്പോൾ. ആൻഡ് എഗെയിൻ ആദ്യം RNA ഉണ്ടാക്കി വരണം. RNA ഉണ്ടാക്കി വരുമ്പോൾ DNA ഡയറക്ട്ലി RNA അല്ല ഉണ്ടാക്കുന്നത്. DNA ആദ്യം നമ്മളൊരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കും. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിൽ എഗെയിൻ എങ്ങനെയായിരിക്കും ഉണ്ടായി വരുന്നത്? എക്സോൺ ഇൻട്രോൺ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്, DNA ട്രാൻസ്ക്രിപ്ഷന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാവുമ്പോൾ അതിൽ നോൺ കോഡിംഗ് മാത്രമേ ഉണ്ടാവൂ സീക്വൻസ്, അല്ലെ കോഡിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? രണ്ടും ഉണ്ടാവും. ആൻഡ് എഗെയിൻ ഈ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അണ്ടർഗോസ് എ പ്രോസസ് കോൾഡ് സ്പ്ലൈസിങ് എന്ന് വെച്ചാൽ ഇൻട്രോൺ റിമൂവൽ. ഇതെന്തിനാണ് റിമൂവ് ചെയ്യുന്നത്? കാരണം അവര് പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റില്ല, അവര് നോൺ കോഡിംഗ് ആണ്. കോഡ് ചെയ്ത് അത് ഒരു പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവർ വെച്ചോണ്ടിരിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മൾ അതിനെ റിമൂവ് ചെയ്യും. ആൻഡ് സ്പ്ലൈസിങ് അണ്ടർഗോ ചെയ്ത് ഫൈനലി കിട്ടുന്ന RNA എന്ത് മാത്രമേ ഉള്ളൂ? എക്സോൺ അതിനെ നമ്മള് ഫൈനൽ പ്രോഡക്റ്റിനെ എന്ത് വിളിച്ചു? mRNA. ആൻഡ് ഫൈനലി ഈ ഉണ്ടായി വരുന്ന mRNA നമുക്ക് എന്തുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും? പ്രോട്ടീൻ. കാരണം എന്താ? പ്രോട്ടീൻ എല്ലാം കോഡിംഗ് സീക്വൻസസ് മാത്രമേ ഉള്ളൂ. അതായത് ഓൺലി എക്സോൺ മാത്രമേ ആ ഫൈനൽ സീക്വൻസ് ആയ mRNA ഉള്ളൂ. അപ്പൊ അത് കംപ്ലീറ്റ്ലി പ്രോട്ടീനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ബേസിക്കലി എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ. ഇത് ഏതിലാണ് പറയുന്നത്? യൂക്കറിയോട്സ്. കാരണം പ്രോകറിയോട്ടിൽ എന്തില്ല? ഇൻട്രോൺസ് എക്സോൺസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ജീൻ ആയിട്ടില്ല നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ട്രാൻസ്ക്രിപ്ഷന്റെ അടുത്ത പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം, ഇൻഫർമേഷൻ, അതായത് ജനറ്റിക് ഇൻഫർമേഷൻ എവിടെ നിന്ന് ഫ്ലോ ചെയ്യും? DNA-യിൽ നിന്ന് ആദ്യം mRNA ആൻഡ് mRNA ഫൈനലി പ്രോട്ടീനിലേക്ക് ഫ്ലോ ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് പ്രോട്ടീൻ കിട്ടും. പ്രോട്ടീൻ എക്സ്പ്രഷൻ നടക്കുമ്പോൾ ബേസിക് പ്രോസസ്സസ്, നമ്മുടെ സെല്ലിലെ ബേസിക് പ്രോസസ്സസ് നടക്കാനുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പോ ഈ DNA നമ്മൾ എന്ത് വിളിച്ചു? മാസ്റ്റർ കോപ്പി. കാരണം അതിൽ നിന്നാണ് വർക്കിംഗ് കോപ്പി ആയ mRNA ഉണ്ടാവുന്നത്. ഇതൊക്കെ ജസ്റ്റ് ടേംസ് ആണ്. കാരണം ഇൻ കേസ് ഇൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് വർക്കിംഗ് കോപ്പി അല്ലെങ്കിൽ മാസ്റ്റർ കോപ്പി എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യണം? അതൊരു DNA. മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞാൽ DNA ആണെന്നും വർക്കിംഗ് കോപ്പി എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്നത് RNA ആണെന്നും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ടേം മാത്രം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പ്രോകറിയോട്ടിലും യൂകറിയോട്ടിലും വേറെ എടുത്തു. ആൻഡ് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോകറിയോട്ടിൽ എവിടെയായിരിക്കും നടക്കുക സെല്ലിന്റെ? അപ്പൊ നിങ്ങൾക്ക് എന്നോട് എന്ത് തിരിച്ചു ചോദിക്കാൻ തോന്നും? നിങ്ങൾ എന്നോട് ചോദിക്കും പ്രോകറിയോട്ടിൽ ആകെ ഒരൊറ്റ കമ്പാർട്ട്മെന്റേ ഉള്ളൂ, വിച്ച് ഇസ് സൈറ്റോപ്ലാസം. അപ്പൊ ഇങ്ങനെ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കമ്പാർട്ട്മെന്റേ ഉള്ളെങ്കിൽ നമ്മൾ ആ കമ്പാർട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ പ്രോസസ്സും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ യൂകറിയോട്ടിൽ ഈ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയസ്. കാരണം അവർക്ക് എന്താ? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. വേറെ തന്നെ കമ്പാർട്ട്മെന്റ് ആയ കുറച്ചും കൂടി സെക്ലൂഡഡ് ആയ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയസിൽ നടത്താൻ പറ്റും യൂകറിയോട്സ്. പക്ഷെ ന്യൂക്ലിയസിൽ നടക്കും ഇത് സെമി ഓട്ടോണോമസ് ഓർഗനൽസ് ആയ സെല്ലിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്ത്? സെമി ഓട്ടോണോമസ് ഓർഗനൽസ്. കാരണം അവർക്ക് അതിൻ്റെതായ റൈബോസോംസും DNA ഒക്കെ ഉള്ളത് കൊണ്ട് ഏതിലും കൂടി നടക്കും. ഈ പ്രോസസ് മൈറ്റോകോൺട്രിയയിൽ നടക്കും, ക്ലോറോപ്ലാസ്റ്റിൽ നടത്തും. കാരണം എന്താ? അവർ സെമി ഓട്ടോണോമസ് ഓർഗനൽ ആയതുകൊണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത്? നിങ്ങളോട് DNA റെപ്ലിക്കേഷൻ സെൽ സൈക്കിളിന്റെ ഏത് ഫേസിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? സെൽ സൈക്കിളിലെ ഏത് പ്രോസസ്സിൽ നടക്കുന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും?
സെൽ സൈക്കിൾ ഏത് പ്രോസസ്സിലാണ് DNA സിന്തസിസ് അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസിലി പറയാൻ പറ്റും എസ് ഫേസിലാണ്. കാരണം നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. SG2M ഇത്രയാണ് സെൽ സൈക്കിളിന്റെ മെയിൻ ആയിട്ടുള്ള ഫേസ്. പക്ഷെ നിങ്ങൾ ചോദിക്കാൻ ട്രാൻസ്ക്രിപ്ഷൻ ഏത് ഫേസിലാണ് നടക്കുന്നത് വെച്ചാൽ നിങ്ങൾ പറയണം G1ലും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്, G2ലും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ G1ലും നടക്കുന്നുണ്ട്, G2ലും നടക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ എന്തുണ്ടാക്കാണ് ട്രാൻസ്ക്രിപ്ഷനിൽ കൂടി RNA സിന്തസിസ് ഉണ്ടാക്കുകയാണ്. ഇനി ഈ RNA സിന്തസിസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് നിങ്ങളോട് റിക്വയർമെന്റ്സ് എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം നമ്മളൊരു പ്രോസസ്, ഒരു വലിയ പ്രോസസ്സ് DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കയറാണ് RNA ഉണ്ടാക്കുന്ന പ്രോസസ്. അതിലേക്ക് നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം? റിക്വയർമെന്റ് നമ്പർ 1 എന്താണ്? നമ്മുടെ DNA ടെംപ്ലേറ്റ്. DNA ടെംപ്ലേറ്റ് വേണം. എന്തിനാണ്? കാരണം നമുക്കറിയാം DNA എന്നാണ് നമ്മൾ ഓൾറെഡി RNA ഉണ്ടാക്കുന്നത്. അപ്പൊ ടെംപ്ലേറ്റ് ഇല്ലാണ്ട് കാര്യം നടക്കില്ല. അതായത് കോപ്പി ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് നമുക്ക് പുതിയ സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് എന്തൊക്കെ വേണം? നമ്മൾ മറ്റ് പ്രോസസ്സിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മെയിൻ എൻസൈംസ് വേണം. അത് ഇവിടെ എന്താണ്? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, നമ്മൾ DNA സിന്തസിസ് ചെയ്യുമ്പോൾ നമ്മൾ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഡൈന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ഉണ്ട്. ആ ട്രൈഫോസ്ഫേറ്റ് ഇമ്പോർട്ടൻറ്റ് ഹൈ എനർജി ബോൺസ് ആയതുകൊണ്ട്, അതായത് ATPയിൽ കാണുന്ന പോലെ തന്നെ ഹൈ എനർജി ബോൺസ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും? എനർജി പ്രൊവൈഡ് ചെയ്യും. ആരാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ട്രൈന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. ഡൈന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. ഇനി കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ കൂടി വേണം. അതെന്താണ്? ചില ഫാക്ടേഴ്സ് ലൈക്ക് Mg2+ magnesium ions, manganese ions, പിന്നെ കുറച്ച് ഫാക്ടേഴ്സ് റോ ഫാക്ടർ ആൻഡ് സിഗ്മ ഫാക്ടർ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു RNA സിന്തസിസ് അല്ലെങ്കിൽ RNA സിന്തസിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇത്രയും സാധനങ്ങൾ, അതായത് കോപ്പി ചെയ്യാനുള്ള സ്റ്റാൻഡ് DNA ടെംപ്ലേറ്റ്, അതിനുവേണ്ട എൻസൈം DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്, എനർജി സോഴ്സ് ആയ ട്രൈഫോസ്ഫേറ്റ്, കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ആയ റോ, സിഗ്മ, മാഗ്നീഷ്യം 2+, മാംഗനീസ് 2+, അങ്ങനത്തെ ചില ഫാക്ടേഴ്സും കൂടി വേണം. ഇനി നിങ്ങളോട് ചോദിക്കാണ്, നമ്മൾ ആക്ച്വൽ പ്രോസസ്സിലേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഏതൊക്കെ സ്ട്രാൻഡ്സ്? 2 സ്ട്രാൻഡ്സ്. ഡിറക്ഷൻ ആദ്യത്തെ 3' to 5', രണ്ടാമത്തെ 5' to 3'. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷന് വേണ്ട ബേസിക് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത് നേരെ പറയാൻ പറ്റും, ഒരു സ്ട്രക്ചറൽ ജീൻ വേണം. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, നിങ്ങൾക്ക് ഈ DNA ഇത്രയും ഭാഗത്താണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ അണ്ടർഗോ ചെയ്യാൻ പോകുന്നെങ്കിൽ ഇത്രയും ഭാഗത്തിന് നമ്മൾ എന്ത് വിളിച്ചു? സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിച്ചു. പക്ഷെ ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ പറയണം ഇത് മാത്രം പോരാ, സ്ട്രക്ചറൽ ജീൻ മാത്രം ഉണ്ടെങ്കിൽ പ്രോസസ് കംപ്ലീറ്റ്ലി നടക്കില്ല. അപ്പൊ അതിനു മുമ്പ് വേറെ 2 സാധനങ്ങൾ കൂടി വേണം. അതെന്താണ്? നമുക്കറിയാം ഈ RNA പോളിമറേസ്, അതായത് ഈ എൻസൈം വന്ന് ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യണം. അതായത് നിങ്ങളിപ്പോ ചെറുപ്പത്തിൽ ഏറ്റവും ബേസിക് ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എങ്ങോട്ടാ പോകേണ്ടത്, എവിടെയാ കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. നിങ്ങളുടെ പേരൻസ് വന്ന് നിങ്ങൾ എങ്ങോട്ടേ കൊണ്ടുപോകും? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി എത്തിയിട്ട് പറയും ഇനി എല്ലാ ദിവസവും ഈ ക്ലാസ്സിലേക്കാണ് വരേണ്ടത്, അല്ലെ ഇനി ഈ ക്ലാസ്സിലാണ് ഈ ഇയർ കംപ്ലീറ്റ്ലി ഇരിക്കാൻ പോവുക. അപ്പൊ വഴിയൊക്കെ കാണിച്ച് വിടുന്നത് പോലെ നമ്മുടെ എൻസൈം വരുമ്പോൾ ഈ എൻസൈമിനെ നമ്മൾ കൊണ്ടുവരണം. അതായത് ഇവിടെയാണ് സ്ട്രക്ചറൽ ജീൻ, ഇവിടെയാണ് ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കേണ്ടത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫസ്റ്റ് സാധനം, അതിനെ നമ്മൾ വിളിച്ചു പ്രൊമോട്ടർ. പ്രൊമോട്ടർ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇറ്റ് ഇസ് ദ സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ്, ഇവിടെ ആരാണ് വഴി അറിയാണ്ട് നിൽക്കുന്നത്? നമ്മുടെ പ്രോസസ്സ് ചെയ്യേണ്ട എൻസൈം RNA പോളിമറേസ്. അങ്ങനെ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഈ സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് RNA പോളിമറേസ്. നമ്മുടെ RNA പോളിമറേസ് ആയി എൻസൈം ഇങ്ങനെ വരും. അപ്പൊ എൻസൈമിന് കാണണം എവിടെയാണ് പ്രൊമോട്ടർ. അങ്ങനെ ഇവരുടെ ഐ ആയിട്ട് പ്രവർത്തിക്കാൻ, കാരണം ഇവരുടെ കണ്ണ് പോലെ ഇവരെ നോക്കുമ്പോൾ കാണണം, ഓ ഇതാണ് പ്രൊമോട്ടർ, ഇവിടെയാണ് എനിക്ക്
അറ്റാച്ച് ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യാൻ. എൻസൈമില് ഏത് സെഗ്മെന്റ് ആണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് സിഗ്മ. എൻസൈമിന്റെ കോമ്പണൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. അപ്പൊ പ്രൊമോട്ടറിൽ വന്ന് അറ്റാച്ച് ചെയ്തു ആര്, നമ്മുടെ എൻസൈം. ഇനി സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്. പ്രൊമോട്ടർ വന്നു, സ്ട്രക്ചറൽ ജീനിന്റെ അലോങ് എന്തായി ട്രാൻസ്ക്രിപ്ഷൻ നടന്നു. ഇനി എവിടെയെങ്കിലും ഒക്കെ ടെർമിനേഷൻ ഓഫ് പ്രോസസ് കൂടി നടക്കണം, അതായത് സ്റ്റോപ്പും കൂടി ചെയ്യണം പ്രോസസ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ അടുത്ത സെഗ്മെന്റ് വരും. ആ സെഗ്മെന്റ് നമ്മൾ വിളിച്ചു ടെർമിനേറ്റർ സെഗ്മെന്റ്. ഈ ടെർമിനേറ്റർ സെഗ്മെന്റിൽ അഗൈൻ എന്താണ് നടക്കുന്നത്? പ്രൊമോട്ടറിന്റെ സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് നടക്കുന്നത് പോലെ ട്രാൻസ്ക്രിപ്ഷൻ ഇസ് സ്റ്റോപ്ഡ് അറ്റ് ദിസ് ടെർമിനേറ്റർ സൈറ്റ്. ആൻഡ് ഈ സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, നമുക്ക് ഇനി എൻസൈമിന് പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാം എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് എൻസൈം ആണ്? അഗെയിൻ അടുത്ത റോ ഫാക്ടർ. റോ എന്നാണ് വായിക്കുന്നത്, റോ ഫാക്ടർ. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്, റോ ആവശ്യമുണ്ട്, സിഗ്മ എന്താണ് ഐഡന്റിഫിക്കേഷൻ, എൻസൈമിന്റെ ഒരു പാർട്ടാണ് സിഗ്മ, അത് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊമോട്ടർ ഐഡന്റിഫൈ ചെയ്യാൻ. ആൻഡ് ഫൈനലി ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ടെർമിനേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ റോ ഫാക്ടർ ഹെൽപ്പ് ചെയ്തു. ഇനി നടുക്കുള്ള ഭാഗമാണ് ആക്ച്വൽ സ്ട്രക്ചറൽ ജീൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്സ് ആസ് എ ഹോൾ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സ്ട്രക്ചറൽ ജീൻ മാത്രം പറഞ്ഞാൽ പോരാ. പ്രൊമോട്ടർ അലോങ് വിത്ത് സ്ട്രക്ചറൽ ജീൻ അലോങ് വിത്ത് ടെർമിനേറ്റർ, ഇത്രയും 3 സാധനങ്ങൾ ഉള്ള സാധനമാണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഇനി നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് DNA ACGCTA ഇങ്ങനെയാണ് സ്ട്രാൻഡെങ്കിൽ നിങ്ങൾ പുതിയ RNA ഉണ്ടാക്കാൻ പോവാണ്. പുതിയ RNA നമുക്ക് റെഡ് ആയിട്ട് മാർക്ക് ചെയ്താൽ പുതിയ RNA എന് ഓപ്പോസിറ്റ് എന്തായിരിക്കും RNA ഫോം ചെയ്യുക? T അല്ല, എന് ഓപ്പോസിറ്റ് U ആണ്. കാരണം എന്താ? തൈമിൻ എന്തിലില്ല? RNA ഇല്ല. അപ്പൊ യുറാസിൽ വന്നു. ആൻഡ് സിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? G ആയിരിക്കും. ജീന്റെ ഓപ്പോസിറ്റ് എഗെയിൻ എന്തായിരിക്കും? C ആയിരിക്കും. സിന്റെ ഓപ്പോസിറ്റ് G, ടീന്റെ ഓപ്പോസിറ്റ് എന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? U. ഇനി നമ്മൾ മറ്റേ 5-3' എൻഡില് നമ്മുടെ DNA സെഗ്മെന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ഏതിന്റെ ബേസിലാണ് പറയാൻ പറ്റുക? കാരണം ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കുമല്ലോ താഴത്തെ, അതായത് 5-3' സെഗ്മെന്റില് അതെന്തായിരിക്കും? DNA സ്ട്രാൻഡ്സ്. DNA ബേസിസിനെ നമ്മൾ എന്തായിരിക്കും ഗ്രീൻ കളറിൽ പറയുകയാണെങ്കിൽ T ആയിരിക്കും, G ആയിരിക്കും. ഏതിന്റെ ബേസില? ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ DNA ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ഉണ്ടാവുക. T, G, C, D, A, T ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് കാണാം? നമുക്ക് ഇത് നമ്മുടെ ഒരു സ്ട്രാൻഡിന്റെ, അതായത് 3-5' സ്ട്രാൻഡിന്റെ ബേസിന്റെ അലൈൻമെന്റ്. ഇത് ഏതാ? നമ്മുടെ 5-3' ബേസിന്റെ അലൈൻമെന്റ് ഇൻ DNA. ഗ്രീനിൽ മാർക്ക് ചെയ്തത് DNA ബേസിസ് ആണ്. ഇനി ഈ റെഡിൽ മാർക്ക് ചെയ്തത് നമ്മുടെ ഉണ്ടായി വന്ന RNA ആയിരുന്നു. RNA നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിച്ചു? ഇതില് ആക്ച്വലി UGCGAU ഇറ്റ് ഇസ് ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അല്ല, എക്സാക്ട് ടു 5-3' സ്ട്രാൻഡിലെ DNA സെഗ്മെന്റ്സ് എക്സെപ്റ്റ് ദാറ്റ് യുവിന്റെ ഭാഗത്ത് അല്ല ടീയുടെ ഭാഗത്ത് എന്ത് വന്നു? ടീന്റെ ഭാഗത്ത് U മാത്രം വന്നു. കാരണം RNA T ഇല്ലാത്തതുകൊണ്ട് അവിടെ U, അതായത് ടീന്റെ തൈമിന്റെ ഭാഗത്ത് യുറാസിൽ വന്ന് എക്സാക്ട് എന്തിന്റെ കിട്ടും? എന്തിന്റെ സ്ട്രാൻഡ്സിന്റെ അലൈൻമെന്റ് നമുക്ക് കിട്ടും. അതായത് ഞാൻ എക്സാമ്പിൾ പറയണം കുറച്ചും കൂടി ക്ലിയർ ആവാൻ. നിങ്ങളോട് ചോദിക്കാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട സാധനം RNA സിന്തസിസ് നടക്കുന്നത്. DNA സിന്തസിസ് നടന്നപ്പോൾ 2 സ്റ്റാൻഡിലും സിന്തസിസ് നടന്നിരുന്നു. പക്ഷെ RNA സിന്തസിസ് ഓൺലി 1 സ്റ്റാൻഡ്, ഒരു സ്റ്റാൻഡിലേ നടക്കുന്നുള്ളൂ. അതിന് 2 കാരണങ്ങളുണ്ട്. ഈ 2 കാരണങ്ങൾ എന്താന്ന് വെച്ചാല് ഈ 2 സ്റ്റാൻഡിലും 3-5' 5-3' RNA ഇത് DNA സ്റ്റാൻഡ് 2 സ്റ്റാൻഡിലും RNA ഉണ്ടാക്കിയാൽ ഇവരെന്ത് ചെയ്യും? അഗെയിൻ ബേസ് പെയറിംഗ് കോംപ്ലിമെന്ററി ഉള്ളതുകൊണ്ട് അവർ പെയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഡബിൾ സ്റ്റാൻഡേർഡ് RNA കിട്ടി. ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമുക്ക് എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ട്രാൻസ്ലേഷൻ അണ്ടർഗോസ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയാൽ അഗെയിൻ ഈ 2 സ്റ്റാൻഡിന് അഗെയിൻ പ്രോട്ടീൻസ് ഉണ്ടാക്കും. അപ്പോൾ അത്രയും amount of പ്രോട്ടീൻസും കോംപ്ലക്സിറ്റിയും അത്രയും എന്താണ് മൾട്ടിപ്പിൾ ടൈംസ് ഇൻക്രീസ്ഡ് ആയി. അത്രയും കോംപ്ലക്സിറ്റി ആവശ്യം നമുക്കില്ല. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമുക്ക് ഓൾമോസ്റ്റ് നെഗ്ലിജിബിളി ആണ് കാണാൻ തന്നെ പറ്റുന്നത്. അത്രയും
പഴയ വൈറസസിലൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഒക്കെ കാണുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഹ്യൂമൻസിൽ എന്താണ് മെയിൻലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് RNA. അപ്പൊ നമുക്ക് ഉണ്ടായി വേണ്ട mRNA എന്തേ ആവാൻ പാടുള്ളൂ, സിംഗിൾ സ്റ്റാൻഡേർഡേ ആവാൻ പാടുള്ളൂ. അപ്പൊ ഈ 2 പോയിന്റ് കൊണ്ട് നമ്മൾ ഒരു സ്റ്റാൻഡിലെ RNA സിന്തസിസ് നടത്തുള്ളൂ. ഇനി ഏത് സ്റ്റാൻഡിലാണ് RNA സിന്തസിസ് നടത്തുന്നത്? നമുക്കറിയാം സിന്തസിസ് ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം ഏത് ഡിറക്ഷൻ 5' to 3'. അപ്പൊ 3' to 5' സ്റ്റാൻഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ഈ സ്റ്റാൻഡിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിച്ച്, ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ മാത്രമാണ് എന്തുള്ളത്, നമ്മുടെ പുതിയ RNA സിന്തസിസ് നടന്നത്. പക്ഷെ ഈ സിന്തസൈസ് ചെയ്ത RNAയുടെ ബേസിസ് എടുത്ത് നോക്കിയാൽ വിച്ച് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മുടെ RNA ഉണ്ടാക്കാത്ത സ്ട്രാൻഡ്, വിച്ച് ഇസ് ദ നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് നമ്മൾ നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ ഒന്നും കൂടി വിളിച്ചു പേര് കോഡിംഗ് സ്റ്റാൻഡ്. നിങ്ങളോട് ചോദിക്കാണ് കോഡിംഗ് സ്റ്റാൻഡ് ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം ടെംപ്ലേറ്റ് സ്റ്റാൻഡിലാണ് സിന്തസിസ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ബേസിസ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ, കാരണം കോംപ്ലിമെന്റാരിറ്റി റൂൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട്. അപ്പോ ഈ നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് നമ്മൾ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു, ഓർ സെൻസ് സ്റ്റാൻഡ് എന്നും കൂടി വിളിച്ചു. എന്ത് വിളിച്ചു? കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ സെൻസ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് നെക്സ്റ്റ് നെയിം എന്ത് കൊടുത്തു? നോൺ കോഡിംഗ്. സിന്തസിസ് നടക്കുന്നുണ്ട് പക്ഷെ ഓൾമോസ്റ്റ് ബേസിന്റെ സിമിലാരിറ്റി ഇല്ല, നോൺ കോഡിംഗ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ആന്റി സെൻസ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒരു സ്ട്രാൻഡ് തരും, എന്നിട്ട് ആ സ്റ്റാൻഡ് ഡിറക്ഷൻ കൊടുക്കും 3' to 5'. 3' to 5' ആണ് ഏത്? ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പോ എന്നിട്ട് നിങ്ങൾക്ക് ഇതാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തരും, 3' to 5' ഡിറക്ഷൻ കാണും, ആൻഡ് കുറച്ച് ബേസിന്റെ പേരും തരും. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായി വരുന്ന RNAയുടെ ബേസിന്റെ അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന RNAയിൽ 4 ഓപ്ഷൻ തന്നു. എന്തൊക്കെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ കോംപ്ലിമെന്റിനെ എടുത്ത് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായി വരുന്ന RNA, അതായത് ഉണ്ടായി വരുന്ന mRNA എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ഓപ്പോസിറ്റ് ഏതാ? എന്റെ ഓപ്പോസിറ്റ് T. പക്ഷെ T RNA ഇല്ലാത്തതുകൊണ്ട് U. ആൻഡ് നെക്സ്റ്റ് ടീന്റെ ഓപ്പോസിറ്റ് എന്താ? ടീന്റെ ഓപ്പോസിറ്റ് A. ജിന്റെ ഓപ്പോസിറ്റ് C. സിന്റെ ഓപ്പോസിറ്റ് G. സിന്റെ ഓപ്പോസിറ്റ് G. ജിന്റെ ഓപ്പോസിറ്റ് C. ഇങ്ങനെയായിരിക്കും എന്ത്? 5' to 3' ബേസിന്റെ അറേഞ്ച്മെന്റ്. പക്ഷെ ഇതേ സമയം നിങ്ങൾക്ക് കോഡിംഗ് സ്റ്റാൻഡ് ആണെന്നും പറഞ്ഞ് 5' to 3' ഉള്ള ബേസിന് AT, GC, CC, GG എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കോംപ്ലിമെന്റാരിറ്റി കണ്ടുപിടിക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഉണ്ടായി വരുന്ന mRNA എങ്ങനെയാണ് എഴുതാം? ഡിറക്ഷൻ നമുക്കറിയാം 5' to 3' തന്നെയാണ്. അതായത് കോഡിംഗ് സ്റ്റാൻഡ് സെയിം ഡിറക്ഷൻ ആണ് ഏതിന്? മറ്റേ ഉണ്ടായി വരുന്ന mRNA സിന്തസിസ് കഴിഞ്ഞു വന്ന സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾ ഡിറക്ഷൻ മാറ്റിട്ട് അത് ഫസ്റ്റ് പോയിന്റ് 5' to 3' എന്ന് എഴുതാം. പക്ഷെ ടെംപ്ലേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിറക്ഷൻ മാറ്റാനായിരുന്നു, കാരണം കോംപ്ലിമെന്റാരിറ്റി ഫോളോ ചെയ്യാനാണ്. ഇവിടെ എന്താ, ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. A ആണ് കോഡിംഗ് സ്റ്റാൻഡിലെങ്കിൽ ഇവിടെയും A തന്നെ ആയിരിക്കും. T ആണെങ്കിൽ T RNA ഇല്ലാത്തത് നിങ്ങൾ U എന്ന് എഴുതി. G ആണെങ്കിൽ G തന്നെ ആയിരിക്കും. C ആണെങ്കിൽ C തന്നെ, C ആണെങ്കിൽ C തന്നെ, C ആണെങ്കിൽ C തന്നെ, G ആണെങ്കിൽ G തന്നെ, G ആണെങ്കിൽ G തന്നെ. അപ്പൊ 5' 3' നിങ്ങൾക്ക് എങ്ങനത്തെ കിട്ടി? AU, GC, CC, GG എന്ന് കിട്ടി mRNA. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏത് സ്റ്റാൻഡ് ആണ് തന്നിരിക്കുന്നത് അത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ടെംപ്ലേറ്റ് ആണെങ്കിൽ കോംപ്ലിമെന്റാരിറ്റി അപ്ലൈ ചെയ്യണം, കോഡിംഗ് ആണെങ്കിൽ ജസ്റ്റ് കോപ്പി അടിച്ചാൽ മതി. എന്താണ് ക്വസ്റ്റ്യൻ? ആൻഡ് ആ ഡിറക്ഷൻ പോലെ നിങ്ങൾക്ക് കോപ്പി അടിച്ചാൽ മതി. കാരണം എന്താ, ഉണ്ടായി വരുന്ന സ്റ്റാൻഡ് ഓൾവേസ് 5' to 3'. അപ്പൊ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ നോൺ കോഡിംഗ് അല്ലെങ്കിൽ ആന്റി സെൻസ് സ്റ്റാൻഡ്, ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തന്നെ ഇവിടെ തരണമെന്നില്ല. ആന്റി സെൻസ് എന്നാലും നോൺ കോഡിംഗ് തന്നാലും നിങ്ങൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി എന്താ, ഇനി കുറച്ച് ബേസിക് സാധനങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് എന്റെയാണ്, കാരണം ബേസിക് സാധനങ്ങൾ പറയാൻ പറഞ്ഞാല് ഇനി സമയത്തിന്റെ പരിമിതി കാരണം ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു 1 hour കൂടി വേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തുകയാണ് തൽക്കാലം. അപ്പൊ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് DNA റെപ്ലിക്കേഷൻ റിവൈസ് ചെയ്തു, ആൻഡ് RNA സിന്തസിന് വേണ്ട സാധനങ്ങൾ, പ്രോകരിയോട്ടിൽ യൂക്കരിയോട്ടിൽ ഡിഫറൻസസ്, റിക്വയർമെന്റ്സ്, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താ, ഇനി നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് നിങ്ങൾ ഉണ്ടായി വരുന്ന RNAയുടെ ബേസിന്റെ അറേഞ്ച്മെന്റ് ചോദിച്ചാലും, അല്ലെങ്കിൽ നോൺ ടെംപ്ലേറ്റ് എന്ന് എങ്ങനെയാ ചെയ്യേണ്ടത്, പ്രൊമോട്ടർ എന്താ, സ്ട്രക്ചറൽ ജീൻ എന്താ, ടെർമിനേറ്റർ എന്താ എന്നും കൂടി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താന്ന് പറയേണ്ടത് പറയാം.
ഇനി ഒരു ഫൈനലി ലാസ്റ്റ് തിങ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ പ്രൊമോട്ടർ നിങ്ങളോട് ചോദിക്കാൻ, പ്രൊമോട്ടർ ഏത് എൻഡിലാണ് ആൻഡ് വിച്ച് ഏത് സാധനത്തിന്റെ വിത്ത് റെസ്പെക്ട് ആണ് നിങ്ങൾ പറയുന്നത്. അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് വിത്ത് റെസ്പെക്ട് ആണ് നിങ്ങൾ ലൊക്കേഷൻ പറയേണ്ടത്, അല്ലെ നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അനുസരിച്ചാണ് ലൊക്കേഷൻ പറയേണ്ടത്. ഇപ്പൊ നിങ്ങളോട് പുറത്തുനിന്ന് ഒരാൾ ചോദിക്കാണ്, ഇത് ഡയഗ്രം ഒന്നും കാണാൻ പറ്റാണ്, പ്രൊമോട്ടർ ഏത് എൻഡിലാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതിന്റെ വിത്ത് റെസ്പെക്ട് പറയണം? നിങ്ങൾ പറയണം എപ്പോഴും കോഡിംഗ് സ്റ്റാൻഡിന്റെ വിത്ത് റെസ്പെക്റ്റീവേ പറയാൻ പാടുള്ളൂ. അതായത് പ്രൊമോട്ടർ ഈസ് അറ്റ് ദ 5' എൻഡ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡ്. 5' എൻഡിലാണ് പ്രൊമോട്ടർ ലൊക്കേഷൻ. അല്ലാണ്ട് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് വെച്ച് നിങ്ങൾ ലൊക്കേഷൻ ഒരിക്കലും പറയരുത്. കോഡിംഗ് സ്റ്റാൻഡ് ആണ് ലൊക്കേഷൻ തീരുമാനിക്കുന്നത്. അതായത് പ്രൊമോട്ടറിന്റെ ഡെഫിനിഷൻ MCQല് ചോദിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ദ 3' എൻഡ് ഓഫ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, ഇറ്റ് ഇസ് ലൊക്കേറ്റഡ്. അതും ശരിയാണ്, പക്ഷെ നമ്മൾ ഡിറക്ഷൻ ഏതിന്റെ ബേസിസിലേ പറയുള്ളൂ? കോഡിംഗ് സ്റ്റാൻഡിന്റെ ബേസിസിലേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ പറയണം 5' എൻഡിലാണ് പ്രൊമോട്ടർ. ടെർമിനേറ്റർ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? 3' എൻഡ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡിലാണ് ടെർമിനേറ്റർ. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്ന് പഠിപ്പിച്ചത് ആക്ച്വലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സ്കീമാറ്റിക് സ്ട്രക്ചർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ ഒരു പ്രൊമോട്ടർ വിച്ച് ഇസ് അറ്റ് ദ 5' എൻഡ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡ്, അല്ലാണ്ട് 3' എൻഡ് ഓഫ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ തെറ്റും. കാരണം പ്രൊമോട്ടർ ഇസ് ഓൾവേസ് ഡിഫൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡ്. ഇനി സ്ട്രക്ചറൽ ജീൻ വന്നു, ആൻഡ് ഫൈൻഡ് ഒരു ടെർമിനേറ്റർ വന്നു. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന സിഗ്മ, ടെർമിനേറ്റർ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന റോ ഫാക്ടർ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ടൈപ്സ് ഓഫ് RNA, ദ ഹോൾ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് കൂടെ പറഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു.